Asexual reproduction in plants. Reproduction in plants through their vegetative parts such as root, stem, and leaves, also called asexual reproduction. The reproduction in plants through vegetative parts. പ്ലാന്റ്സിലുള്ള അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ടുള്ള റൂട്ട്സ്, സ്റ്റെം, ലീവ്സ്, ഇലകളിൽ, അതിൻ്റെ തണ്ടുകളിൽ അല്ലെ റൂട്ടിൽ കൂടി പുതിയ പ്ലാന്റ് ഉണ്ടാകുന്ന ആ പ്രോസസ്സിന് asexual reproduction എന്നാണ് പറയുന്നത്. ദിസ് ഓൾസോ നോൺ ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതിൻ്റെ പ്ലാന്റിൻ്റെ റൂട്ടിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുക, അതല്ലെങ്കിൽ ചിലപ്പോൾ ലീഫിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുക, അതല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന്, തണ്ടിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുക. അങ്ങനെ നമുക്കറിയാം മുല്ലയൊക്കെ നമ്മൾ തണ്ടാണ് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡിനെ asexual reproduction എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് നമ്മൾ അതിനെ വിളിക്കും. പ്ലാന്റ്സ് which reproduce asexually takes less time to grow. Okay, it takes only less time to grow. Asexual reproduction takes only less time to grow. They also bear flowers and fruits earlier than plant produced from seeds. They also bear flower and fruit earlier than the plants produced from seed. അപ്പോൾ സീഡ് നിന്ന് പുതിയൊരു പ്ലാന്റ്, ഒരു കുരു അല്ലെങ്കിൽ ഒരു സീഡിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുന്ന അത്തരം പ്ലാന്റിൽ പുഷ്പങ്ങൾ ഉണ്ടാകും, അതല്ലെങ്കിൽ അതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാകും, അതല്ലെങ്കിൽ സീഡ്സ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്ലാന്റിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സീഡ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ asexual ആയിട്ടുള്ള ഏതെങ്കിലും പാർട്സിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്ന അത്തരം റീപ്രൊഡക്ഷനിൽ നേരത്തെ തന്നെ അതിൻ്റെ പൂവുണ്ടാകും അല്ലെങ്കിൽ കായുണ്ടാകും. The new plants are exact copies of parent plants. ഇവിടെ പുതിയ പ്ലാന്റ്, അതായത് ഉണ്ടാകുന്ന പുതിയ ചെറിയ ചെടി, അത് പേരന്റ് പ്ലാന്റിന്റെ അതേ കോപ്പി, എക്സാക്ട് കോപ്പി ഓഫ് പേരന്റ് പ്ലാന്റ്, പേരന്റ് പ്ലാന്റിനെ പോലെ തന്നെ ഇരിക്കും. as they are produced from single parent, because they are produced from single parent. ഒരു പേരന്റിൽ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഒരു മുല്ലയുടെ വള്ളി നമ്മൾ മുറിച്ച് നട്ടാൽ അതേപോലെ തന്നെ ആ മുല്ലയിൽ ഉണ്ടാകുന്ന പൂവുകൾ തന്നെ, അല്ലെ ആ പ്ലാന്റ് മുല്ലച്ചെടി പോലെ തന്നെ ആയിരിക്കും പുതുതായിട്ടുണ്ടാകുന്ന മുല്ല. അപ്പോൾ they are produced exact copies of parent plant. പേരന്റ് പ്ലാന്റിന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും. as they are produced from a single parent. സിംഗിൾ പാരന്റിൽ നിന്ന് ഉണ്ടാകുന്നതുകൊണ്ട് they are the exact copy of the parent plant. Plant that reproduce from root. നമ്മൾ പറഞ്ഞു തരത്തിലുള്ള പ്ലാന്റുകൾ സ്റ്റെമ്മിൽ നിന്ന്, റൂട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ലീഫിൽ നിന്ന് ഉണ്ടാകുന്നത്. നമുക്ക് ആദ്യം പഠിക്കുന്നത് plants that reproduce from roots. The roots of the plants such as carrot, radish, sweet potato, and dahlia develop shoots which grow into new plants. Roots of the plants such as carrot, radish, sweet potato, and dahlia develop shoots which grow into new plants. Carrot, radish, sweet potato, ഡാലിയ, അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകൾ അതിൻ്റെ റൂട്ടിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ക്യാരറ്റ്, റാഡിഷ്, സ്വീറ്റ് പൊട്ടറ്റോ, ഡാലിയ. Plant that reproduce from stem. Some plants are reproduced from their stem. Potato, money plant, jasmine are some examples of plants around us that grow from the stem. സ്റ്റെമ്മിൽ നിന്ന് വളരുന്ന പ്ലാന്റിന്റെ എക്സാമ്പിൾസ് ആണ് പൊട്ടറ്റോ, മണി പ്ലാന്റ്, ജാസ്മിൻ,
നമ്മൾ നേരത്തെ പറഞ്ഞ മുല്ലച്ചെടി, മണി പ്ലാന്റ് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന അതിൻ്റെ വള്ളി മുറിച്ചാണ് ഇടുന്നത്. കൊടി, നമ്മുടെ വീടുകളിലൊക്കെ കൊടി, കുരുമുളക് ഉണ്ടാകുന്ന, ബ്ലാക്ക് പെപ്പർ ഉണ്ടാകുന്ന, ഇതുകൊണ്ട് സ്പൈസ് ഉണ്ടാകുന്ന അതിൻ്റെ തണ്ട് മുറിച്ചാണ് ഇടുന്നത്. പൊട്ടറ്റോ, അതും ഇതിൻ്റെ സ്റ്റെമ്മാണ്. സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ് ദാറ്റ് ഗ്രോ ഫ്രം ദ സ്റ്റെം. സ്റ്റെമ്മിൽ നിന്ന് വളരുന്ന പ്ലാന്റിന് എക്സാമ്പിളാണ്. പൊട്ടറ്റോ ഇസ് സ്റ്റെം ദാറ്റ് ഗ്രോ അണ്ടർഗ്രൗണ്ട്. അപ്പൊ അണ്ടർഗ്രൗണ്ടിൽ കാണുന്ന ഒരു സ്റ്റെമ്മാണ് പൊട്ടറ്റോ. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ പൊട്ടറ്റോ ഇസ് എ സ്റ്റെം ദാറ്റ് ഗ്രോ അണ്ടർഗ്രൗണ്ട്. ഇറ്റ് ഹാസ് സ്പെഷ്യൽ സ്ട്രക്ചർ കോൾഡ് ഐസ് ഓൺ ഇറ്റ്. Potato has a special structure called eyes on it. This is the eyes. Potato has special structure called eyes. ഇവിടെ ഒരു കുഴിയാണ്, ഇതിനാണ് ഐസ് എന്ന് പറയുന്നത്. If you cut a potato with ice, bury it in the soil and water it for a few days, you will see each eye develop into new plants. From each eye, new plant will be developed. അപ്പൊ ഐയിൽ നിന്ന് മൂലങ്ങൾ വന്നിട്ട് അത് പൊട്ടിക്കിളുത്താണ് പുതിയ പൊട്ടറ്റോ പ്ലാന്റ്സ് ഉണ്ടാകും. അപ്പൊ ഇത് മുറിച്ച് വെച്ചാൽ, ഈ ഐ കൂടുന്ന ഭാഗം മുറിച്ച് വെച്ചാൽ ആ ഭാഗം പുതിയൊരു പ്ലാന്റ് ആയിട്ട് വളർത്തും. ഇത് ജാസ്മിൻ ആണ്. എക്സാമ്പിൾ ഫോർ പ്ലാന്റ് ദാറ്റ് ഡെവലപ്പ് ഫ്രം സ്റ്റെം. Plants that grow from leaves. Bryophyllum, begonia are the plants that grow from the leaf. Bryophyllum, begonia plants the leafil നിന്ന് വളരുന്ന plants. The notches in the margin of the leaves have buds. Notches, അതായത് ഇങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. Notches in the margin of the leaf have buds. അവിടെ ബഡ്ഡുകൾ കാണും, ചെറിയ മുകുളങ്ങൾ കാണും. Young plants grow from their buds. Young plants ഇവിടുന്ന് വളർന്നു വരും. Okay, here you can see the buds. Young plants grow from these buds. When these plantlets falls on the ground, they grow into new plants. ഈ ഓരോ പ്ലാന്റ്ലെറ്റ്സും ശകലം കഴിയുമ്പോഴത്തേനും ഇത് അടർന്ന് താഴോട്ട് വീഴും, പുതിയ പ്ലാന്റ് ആയിട്ട് വളർത്തും. So we studied asexual reproduction. Reproduction in plants through their vegetative parts such as roots, stem and leaves are called asexual reproduction. പ്ലാന്റിന്റെ അസെക്ഷൽ പാർട്സ് ആയ റൂട്ടിൽ നിന്നോ സ്റ്റെമ്മിൽ നിന്നോ ലീഫിൽ നിന്നോ ഉണ്ടാകുന്ന റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. We studied the plants that reproduce from a leaf, plants that reproduce from stem, plants that reproduce from roots.